all what we think. Yet a dog might be difficult, not impossible to handle. What was one supposed to do if there was need for a tiger in a film? We had to deal with this problem too when we were shooting Gubi Gain Bhaga Bhain. In the film, Gubi, who is banished by the king, wanders in the forest, meets Bhaga, who is also been banished. ഇവിടെ സത്യജിത് റായ് പറയുകയാണ്, ഒരു പക്ഷേ ഒരു നായയെ കൊണ്ട് അഭിനയിപ്പിക്കുക എന്നുള്ളത് അസാധ്യമല്ല, ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഒരു ടൈഗറിനെ ഒരു സിനിമയിൽ അഭിനയിപ്പിക്കുക എന്ന് പറയുന്നത് എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രശ്നം സത്യജിത് റായ് തൻ്റെ ഒരു സിനിമയായ ഗുബി ഖായിൻ ഭാഗ ബൈൻ എന്ന സിനിമയിൽ ഈ ഒരു പ്രശ്നം അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ആ സിനിമയുടെ പേര് എല്ലാവരും ഓർത്തിരിക്കുക, ഗുബി ഗായിൻ ഭാഗ ഭൈൻ. ഇതിലെ രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ഗൂബിയും ഭാഗയും. അപ്പോൾ ഈ സിനിമയിൽ പറയുന്ന ഒരു കാര്യം എന്താണ്? ഇൻ ദ ഫിലിം ഗൂബി ഹു ഈസ് ബാനിഷ്ഡ് ബൈ ദ കിങ് വാണ്ടേഴ്സ് ഇൻ ദ ഫോറസ്റ്റ് മീറ്റ്സ് ഭാഗ ഹു ഈസ് ഓൾസോ ബീൻ ബാനിഷ്ഡ്. അപ്പം ബാനിഷ്ഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നാട് കടത്തുക എന്നാണ്. പണ്ട് കാലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളോ അല്ലെങ്കിൽ രാജാവിന് ഇഷ്ടമില്ലാത്ത ആളുകളെയൊക്കെ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ കൊണ്ടുപോയി വിടുക, അല്ലെങ്കിൽ തലമൊട്ടയടിച്ച് കഴുതപ്പുറത്ത് കയറ്റി രാജ്യ അതിർത്തിയിൽ കൊണ്ടുപോയി വിടുന്ന ഒരു സമ്പ്രദായമുണ്ടായിരുന്നു. അതിനെയാണ് ബാനിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗൂബി എന്ന് പറയുന്ന കഥാപാത്രം ഇത്തരത്തിൽ നാട് കടത്തപ്പെട്ട ഒരു കഥാപാത്രമാണ്. അപ്പോൾ ഗൂബി കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. വാണ്ടേഴ്സ് എന്ന് വെച്ചാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഈ ഭാഗ എന്ന് പറയുന്ന നേരത്തെ നാട് കടത്തപ്പെട്ട ഒരാളെ കണ്ടുമുട്ടുന്നു. They see a tiger and freeze. അപ്പോൾ അവർ അവിടെ വെച്ച് ഒരു കടുവയെ കാണുന്നു, കണ്ട് പേടിച്ച് വിറച്ച് നിൽക്കുന്നു. But the tiger simply walks about in the forest. അപ്പോൾ walks about എന്ന് വെച്ചാൽ അതിലൂടെ നടക്കുക. Without paying them the slightest attention. അപ്പോൾ അവരെ ശ്രദ്ധിക്കാതെ കടുവ ആ കാട്ടിലൂടെ ഇങ്ങനെ നടക്കുന്നു. കടുവ ഇവരെ കാണുന്നുണ്ട്, ഇവർ കടുവയും കാണുന്നുണ്ട്. ഇവർ കടുവയെ കണ്ട് പേടിച്ച് വിറച്ച് നിൽക്കുന്നു. കടുവ അവരെ കണ്ടിട്ട് വലിയ മൈൻഡാക്കാതെ അതിലൂടെ നിന്നൊന്ന് നടന്ന് തിരിച്ച് കാട്ടിലേക്ക് കയറിപ്പോകുന്നു. ഈ ഒരു സീനാണ് സത്യജിത് റായ്ക്ക് തൻ്റെ സിനിമയിൽ ഷൂട്ട് ചെയ്യേണ്ടത്. Having thought of the scene, I simply had to shoot it. But where were we going to find a tiger? The obvious thing to do was to look in a circus, since they were likely to have trained animals. As a matter of fact, one called Bharat Circus was visiting Calcutta at the time, holding shows in Market Square. അപ്പോൾ ഈ ഒരു സീൻ അദ്ദേഹം മനസ്സിൽ കണ്ടു. ഇനി അത് ഷൂട്ട് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് എവിടെ നിന്നാണ്, ആദ്യത്തെ ചോദ്യം ഇതാണ്, where were we going to find a tiger? ഈ ടൈഗറിന് എവിടെ നിന്ന് കിട്ടുമെന്നാണ് ആദ്യം മനസ്സിൽ വന്ന ചോദ്യം. അപ്പോൾ അതിന് വ്യക്തമായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം, ഒബ്വിയസ് എന്ന് വെച്ചാൽ വ്യക്തമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും എളുപ്പത്തിൽ ഇത്തരത്തിലൊരു ടൈഗറിനെ കിട്ടുക എന്ന് പറയുന്നത് ഒരു സർക്കസ് കമ്പനിയുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ്. കാരണം അവിടെ ഈ ട്രെയിനിങ് ലഭിച്ച മൃഗങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ആസ് എ മാറ്റർ ഓഫ് ഫാക്റ്റ്, അപ്പോൾ ഇവരുടെ ഭാഗ്യമെന്ന് പറയട്ടെ, അവിടെ ആ പ്രദേശത്ത് കൽക്കട്ടയിൽ ഒരു ഭാരത് സർക്കസ് എന്ന് പറയുന്ന ഒരു സർക്കസ് കമ്പനി അവരുടെ സർക്കസ് പ്രദർശനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മാർക്കോ സ്ക്വയർ എന്ന് പറയുന്ന കൽക്കട്ടയുടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ച്. അപ്പോൾ അതുകൊണ്ട് അവരുമായിട്ട് ബന്ധപ്പെടാം, എന്നിട്ട് ഒരു ട്രെയിൻഡ് ടൈഗറിനെ തൽക്കാലം ഈ ആവശ്യത്തിന് വാങ്ങാം എന്നൊക്കെയാണ് സത്യജിത് റായ് മനസ്സിൽ കണ്ടത്. We sent someone to make an appointment with its Tamil manager, and then we went to meet him one morning. He greeted us warmly and ordered South Indian coffee for us. The manager heard the reason for our visit, then sent for one Mr. Thorat. He turned out to be the ringmaster. He too was a South Indian, very well built, with features somewhat like those of a Nepali. He was perhaps no more than 40. He showed us an old scar on his forearm, which had been caused by a tiger. അപ്പോൾ ഒരു വ്യക്തിയെ
അങ്ങോട്ടേക്ക് അയക്കുകയാണ് ഈ സർക്കസിൻ്റെ മാനേജറുമായിട്ട് സംസാരിക്കാൻ. ആൻഡ് ഹി വാസ് ഫ്രം തമിഴ്നാടു. ഹി വാസ് എ തമിഴ് മാനേജർ. ആൻഡ് അപ്പോൾ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തു, ഒരു കാണാൻ അനുവാദം വാങ്ങി. എന്നിട്ട് ഒരു ദിവസം സത്യജിത് റായും കുറച്ച് ആളുകളും കൂടി പോയി ഈ മാനേജറെ കണ്ടു. അപ്പോൾ അദ്ദേഹം ഒരു നല്ല വ്യക്തിയായിരുന്നു. ഇവരെ നല്ല രീതിയിൽ സ്വീകരിച്ചു, ചായയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് പറയാനുള്ളതൊക്കെ മാനേജർ കേട്ടു. ദ മാനേജർ ഹേർഡ് ദ റീസൺ ഫോർ അവർ വിസിറ്റ്. എന്നിട്ട് അദ്ദേഹം ചെയ്തത് എന്താണ്? അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന റിംഗ് മാസ്റ്ററെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചു. അപ്പോൾ റിംഗ് മാസ്റ്ററുടെ പേര് നമ്മൾ ഓർത്തിരിക്കുക, മിസ്റ്റർ തോററ്റ്. ഹി വാസ് ദ റിംഗ് മാസ്റ്റർ. അപ്പോൾ റിംഗ് മാസ്റ്റർ എന്ന് വെച്ചാൽ സർക്കസിൽ മൃഗങ്ങൾക്ക് പരിശീലനം കൊടുക്കുന്ന, കാണികളുമായിട്ടൊക്കെ സംസാരിക്കുന്ന, ഓരോ ഷോ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന, മൃഗങ്ങൾക്ക് പരിശീലനം കൊടുക്കുകയും ചെയ്യുന്ന ഒരു പോസ്റ്റാണ് റിംഗ് മാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ മിസ്റ്റർ തോററ്റ് ഒരു റിംഗ് മാസ്റ്റർ ആയിരുന്നു. ഹി വാസ് ഓൾസോ എ സൗത്ത് ഇന്ത്യൻ. അപ്പോൾ സൗത്ത് ഇന്ത്യൻ ആണ്. വെരി വെൽ ബിൽറ്റ്, നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണ്. കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു നേപ്പാളിയാണെന്നൊക്കെ തോന്നും. പക്ഷെ അദ്ദേഹം ഒരു സൗത്ത് ഇന്ത്യൻ ആണ്, അല്ലേ? നേപ്പാളിലുള്ള ആളുകളൊക്കെയാണ് നമ്മൾ ഗൂർഖകളൊക്കെ ആയിട്ട് പല സ്ഥലത്തൊക്കെ വെക്കുക. നല്ല ആരോഗ്യവും ഒരു പ്രത്യേക, അല്ലേ, ഒരു രൂപമൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ നല്ല ആയോധന കലകളൊക്കെ പഠിച്ച ആരോഗ്യമുള്ള ആളാണ്. ഹി വാസ് ജസ്റ്റ് മോർ ദാൻ 40, ഏകദേശം ഒരു 40 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു വ്യക്തിയാണ് മിസ്റ്റർ തോററ്റ്. മിസ്റ്റർ തോററ്റിൻ്റെ ക്യാരക്ടർ സ്കെച്ചൊക്കെ ചോദിച്ചാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എഴുതാം. അതുപോലെ ഹി ഷോഡ് അസ് ആൻ ഓൾഡ് സ്കാർ ഓൺ ഹിസ് ഫോർ ആം. ഇപ്പോൾ ഫോർ ആം അപ്പോൾ എന്ന് വെച്ചാൽ കയ്യിൽ ഒരു പഴയ മുറിവിൻ്റെ അടയാളം അയാൾ കാണിച്ചു. അത് ഒരു കടുവ ആക്രമിച്ചപ്പോൾ സംഭവിച്ചതാണെന്നൊക്കെ അവരോട് പറഞ്ഞു. We told him what we wanted. The shooting was taking place near Shuri in Barboom. We wanted to show a tiger in a thick bamboo grove. All the animal was required to do was come out of the bamboo grove into an open space, pace gently for a while, look at the camera if possible, and then go back. Could a tiger from Bharat Circus do this job? Mr. Thorat nodded. How long will you need it for? Asked the manager. Perhaps a couple of hours for the shooting. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ റിംഗ് മാസ്റ്ററായ മിസ്റ്റർ തോററ്റുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്നത് ഷ്യൂരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവർ ഉദ്ദേശിച്ചത്. അവിടെ ഒരു മുളങ്കാട്, അല്ലേ, ബാംബു ഗ്രോവ് എന്നുള്ള വാക്ക് ഒന്ന് പഠിച്ചു വെക്കുക. ബാംബു ഗ്രോവ് എന്ന് വെച്ചാൽ മുളങ്കാട് എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു മുളങ്കാടാണ് ഇവിടുത്തെ ലൊക്കേഷൻ. അപ്പോൾ കാട്ടിൽ നിന്ന് കടുവ ഇറങ്ങി വരുന്നു. ഇനി എന്തൊക്കെയാണ് ആ കടുവ ചെയ്യേണ്ടത്? All the animal was required to do was come out of the bamboo grove into an open space. അപ്പോൾ ഈ മുളങ്കാട്ടിൽ നിന്ന് ഒരു തുറസായ ഒരു സ്ഥലത്തേക്ക് കടുവ വരുന്നു. പേസ് ജെൻ്റ്ലി ഫോർ എ വൈൽ. അപ്പോൾ സാധാരണ രീതിയിൽ നടക്കുന്നു. പേസ് എന്ന് വെച്ചാൽ നടക്കുക, സാധാരണ രീതിയിൽ നടക്കുന്നു. എന്നിട്ട് സാധ്യമെങ്കിൽ ഇഫ് പോസിബിൾ ലുക്ക് അറ്റ് ദി ക്യാമറയിലേക്കൊന്ന് നോക്കുക. എന്നിട്ട് തിരിച്ച് കാട്ടിലേക്ക് പോവുക. ഇത്രയും കാര്യങ്ങളെ ചെയ്യാനുള്ളൂ. അതായത് കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നു, പൊതുവായ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് വരുന്നു, അവിടെ നിന്ന് കുറച്ച് നേരം നടക്കുന്നു, ക്യാമറയിൽ നോക്കുന്നു, തിരിച്ച് കാട്ടിലേക്ക് കയറിപ്പോകുന്നു. ഇത്രയും കാര്യങ്ങളെ ചെയ്യാനുള്ളൂ. അപ്പോൾ സത്യജിത് റായ് മിസ്റ്റർ തോററ്റിനോട് ചോദിച്ചു, താങ്കൾക്ക് ടൈഗറിനെ കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യിക്കാൻ സാധിക്കുമോ? അപ്പോൾ മിസ്റ്റർ തോററ്റ് എന്ത് ചെയ്തു? മിസ്റ്റർ തോററ്റ് നോഡഡ് എന്ന് വെച്ചാൽ തലകുലുക്കുക എന്നുള്ള അർത്ഥം, അതായത് ചെയ്യാം എന്നുള്ള അർത്ഥം. അതുപോലെ തന്നെ മാനേജർക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാനേജർ ചോദിച്ചൊരു കാര്യം, ഹൗ ലോങ് വിൽ യു നീഡ് ഇറ്റ് ഫോർ, അല്ലെ, എത്ര നേരത്തേക്കാണ് നിങ്ങൾക്ക് ഈ കടുവയെ ആവശ്യമായിട്ടുള്ളത്? അപ്പോൾ സത്യജിത് റായ് പറഞ്ഞു, ഞങ്ങൾക്ക് ആകെ ഒരു 1-2 മണിക്കൂർ മാത്രമേ ആവശ്യമുള്ളൂ. എ കപ്പിൾ ഓഫ് അവേഴ്സ് എന്ന് വെച്ചാൽ 2 മണിക്കൂർ, ഏകദേശം 2 മണിക്കൂർ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷേ അവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദാറ്റ് വുഡ് ബി ഇൻ അഡീഷൻ ടു ദ ടൈം ഇറ്റ് വിൽ ടേക്ക് ടു ട്രാവൽ ടു ആൻഡ് ഫ്രം ഷിയൂരി. അപ്പോൾ ഈ ലൊക്കേഷൻ ഉള്ളത് ഷിയൂരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം, അതുപോലെ തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഈ സ്ഥലം ഷിയൂരി എന്ന് പറയുന്ന സ്ഥലം കുറച്ച് ദൂരെയാണ്. അപ്പോൾ ഈ യാത്രക്കെടുക്കുന്ന സമയം കൂടി വേണം. ഓൺ ബീയിങ് ടോൾഡ് ദാറ്റ് ദ ട്രാവൽ ഇറ്റ് സെൽഫ് ഷുഡ് ടേക്ക് നോ മോർ ദാൻ 2 days. അപ്പോൾ ഈ യാത്രയ്ക്ക് തന്നെ ഒരു ദിവസം അങ്ങോട്ടും ഒരു ദിവസം ഇങ്ങോട്ടും, അപ്പോൾ 2 ദിവസം അതിന് വേണ്ടി വരും. അതുകൂടാതെ അതിൻ്റെ കൂടെ ഈ 2 മണിക്കൂർ ഷൂട്ടിങ്ങിനും വേണ്ടി വരും. അപ്പോൾ മാനേജർ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി സമ്മതിച്ചു. എന്നിട്ട് അദ്ദേഹം
ഈ കടുവയെ ഒരു കൂട്ടിൽ ഒരു ലോറിയിൽ കയറ്റി അവിടെ എത്തിക്കാമെന്ന് ഏറ്റു. ദ മാനേജർ agreed to put the tiger in its cage and send it in a lorry. He invited us to take a look at the tiger. അതിനുശേഷം ഞങ്ങളെ കടുവയെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി. Do you think it's going to be easy to set the animal free in the bamboo grove? അപ്പോൾ കടുവയെ കാണാൻ പോകുന്ന സമയത്ത് സത്യത്രായി ഒരു സംശയം ചോദിച്ചതാണ്. ഇത് അത്ര എളുപ്പമാകുമോ അല്ലേ, ഈ മൃഗത്തെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഈ മുളങ്കാട്ടിൽ തുറന്നു വിടുന്നതുകൊണ്ട് എന്തെങ്കിലും റിസ്ക് ഒക്കെ ഉണ്ടാകുമോ എന്നൊക്കെയാണ് ചോദിച്ചത്. മിസ്റ്റർ തോററ്റ് ഫ്രൗണ്ട് എന്ന് വെച്ചാൽ മുഖം ചുളിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ അയാൾ വളരെ സംശയത്തോടെ പറഞ്ഞു, എനിക്കറിയില്ല. ഐ എം നോട്ട് ഷുവർ, ഹി റിപ്ലൈഡ്. ഐ ഹാവ് നെവർ ലെറ്റ് ഹിം ഔട്ട് ഓഫ് ഹിസ് കേജ് ഓൺ ഹിസ് ഓൺ. ഞാൻ ഒരിക്കലും ഇതിനെ കൂട്ടിൽ നിന്ന് സ്വന്തമായിട്ട് ഇങ്ങനെ വിട്ടിട്ടില്ല. ഹിസ് ഓൺ എന്ന് വെച്ചാൽ സ്വന്തമായി. സോ റിയലി ഐ ഡോണ്ട് നോ. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ എനിക്ക് അറിയില്ല. അപ്പോൾ ഇത് കേട്ടപ്പോൾ സത്യജിത്രായിക്ക് കുറച്ചൊരു നിരാശ തോന്നി. കാരണം ഇത് സക്സസ് ആവുമോ എന്താകും എന്നൊന്നും അറിയില്ല അല്ലേ. റിംഗ് മാസ്റ്ററും പറയുന്നത് ആദ്യമായിട്ടാണ് അയാളും ഇങ്ങനെ ഇതിനെ തുറന്നു വിടാൻ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. വാട്ട് വെയർ ഓൾ അവർ പ്ലാൻസ് ഗോയിങ് ടു ഗോ ഡൗൺ ദ ഡ്രെയിൻ. അപ്പോൾ ഗോ ഡൗൺ ദ ഡ്രെയിൻ എന്ന് വെച്ചാൽ ആ ഒരു യൂസേജ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഗോ ഡൗൺ ദ ഡ്രെയിൻ എന്ന് വെച്ചാൽ എല്ലാം വേസ്റ്റായി പോവുക, അല്ലെ ചെയ്ത പണിയൊക്കെ വെറുതെ ആയി പോവുക എന്നുള്ള അർത്ഥമാണ്. ഈ പാരഗ്രാഫ് പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. ഹൗ കുഡ് വി ലെറ്റ് ദ ടൈഗേഴ്സ് ട്രെയിനർ ബി സീൻ വിത്ത് ദ ആനിമൽ. അപ്പോൾ ഇനി അടുത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഈ ടൈഗറിനെ സ്വന്തമായിട്ട് കാണിക്കാം. സ്വന്തമായിട്ട് കാണിക്കുന്ന സമയത്ത് ഒരിക്കലും ആ ട്രെയിനറെ കാണാൻ പാടില്ല അല്ലേ. ഈ ഇവിടെ മിസ്റ്റർ തോററ്റ് ഒരു ചങ്ങലയിലൊക്കെ പിടിച്ച് ഈ കടുവയും കൊണ്ട് പോകുന്ന ആ രീതിയിലല്ല ഈ സീൻ വേണ്ടത്. ഇവിടെ കടുവ ഒറ്റയ്ക്കാണ് വരേണ്ടത്. അപ്പോൾ ഈ ട്രെയിനറും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ആ സീൻ്റെ എല്ലാ ഭംഗിയും നഷ്ടപ്പെടുമെന്നുള്ളതാണ്. ഹൗ കുഡ് ഗൂബി ആൻഡ് ഭാഗ ബി പെട്രിഫൈഡ് വിത്ത് fear if the supposedly ferocious animal was accompanied by man. ഇപ്പോൾ പെട്രിഫൈഡ് എന്നുള്ള വാക്ക് ഒന്ന് പഠിച്ചു വെക്കുക. പെട്രിഫൈഡ് എന്ന് വെച്ചാൽ ഭയപ്പെടുക, പേടിച്ചു വിറയ്ക്കുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ ഈ ട്രെയിനറുടെ കൂടെ ആണെങ്കിൽ പിന്നെ ഇവർ പേടിക്കുന്നതിൽ അർത്ഥമില്ല. ഇഫ് ദ സപ്പോസിഡ്ലി ഫെറോഷ്യസ് അല്ലെ ഭീകരമായ ഈ ഒരു മൃഗം അല്ലെ അപകടകാരിയായി മൃഗം ഇതൊരു മനുഷ്യൻ്റെ കൂടെയാണ് ഇങ്ങനെ വരുന്നതെങ്കിൽ ആ സീൻ്റെ എല്ലാ ഭംഗിയും നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. വി കുഡ് നോട്ട് അലോ ദാറ്റ് ടു ഹാപ്പൻ. അപ്പോഴാണ് മിസ്റ്റർ തോററ്റ് അതിനൊരു സൊല്യൂഷൻ പറയുന്നത്. സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഒരു പരിഹാരം. അപ്പോൾ എങ്ങനെ ഈ കടുവയെ തന്നെ വിടാം എന്നുള്ളതിനെക്കുറിച്ച് അവരാലോചിച്ചു. അപ്പോൾ മിസ്റ്റർ തോററ്റ് ഒരു നല്ലൊരു നിർദ്ദേശം പറഞ്ഞത്, ഐ വിൽ ടൈ എ വയർ റൗണ്ട് ദ ടൈഗേഴ്സ് നെക്ക്, ഇറ്റ് വിൽ ബി തിൻ ബട്ട് സ്ട്രോങ്. അപ്പോൾ ഇവിടെ പറഞ്ഞൊരു നിർദ്ദേശം എന്താണ്, ഒരു വയർ ആ കടുവയുടെ കഴുത്തിന് ചുറ്റും ഇട്ടിട്ട് പിന്നെ അതിൻ്റെ ഒരറ്റം മിസ്റ്റർ തോററ്റ് കയ്യിൽ പിടിക്കുക, ബലമായിട്ട് പിടിക്കുക, എന്നിട്ട് ടൈഗറിനെ ഒന്ന് ഫ്രീ ആയിട്ട് വിടുക എന്നൊക്കെയുള്ളതാണ് മിസ്റ്റർ തോററ്റ് കണ്ട ഒരു പരിഹാരം. അപ്പോൾ ഈ വയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് വിൽ ബി തിൻ ബട്ട് സ്ട്രോങ്. അപ്പോൾ ഇത് തിന്നായിരിക്കണം, തീരെ കനം കുറഞ്ഞതായിരിക്കണം, അല്ലെങ്കിൽ അത് ക്യാമറയിൽ കാണും. അപ്പോൾ ക്യാമറയിൽ കാണാത്ത വിധം കനം കുറഞ്ഞ എന്നാൽ നല്ല ശക്തിയുള്ള ഒരു വയറാണ് ഇതിന് വേണ്ടത് അല്ലേ. ശക്തി ഉള്ളതല്ലെങ്കിൽ എന്താണ് പ്രശ്നം, കടുവ അത് പൊട്ടിച്ച് ചിലപ്പോൾ പോയി കളയും. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു വയർ ഉപയോഗിച്ച് കടുവയെ നിയന്ത്രിക്കാമെന്നാണ് അവരാദ്യം കണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ മിസ്റ്റർ തോററ്റ് പറയുകയാണ്, ഐ വിൽ ടൈ എ വയർ റൗണ്ട് ദ ടൈഗേഴ്സ് നെക്ക്, ഇറ്റ് വിൽ ബി തിൻ ബട്ട് സ്ട്രോങ് അല്ലേ. അത് കനം കുറഞ്ഞതായിരിക്കും, പക്ഷേ നല്ല ബലമുള്ളതായിരിക്കും. ഇഫ് ദ വയർ വാസ് തിൻ ഇനഫ് പെർഹാപ്സ് ഇറ്റ് വുഡ് റിമെയിൻ ഇൻവിസിബിൾ ടു ദ ക്യാമറ, but it was likely that the hair on the tiger's neck would be flattened by the wire, which would give the whole thing away. What if we found a collar made of tiger skin, fixed the wire to its collar and then tied it round the tiger's neck? I said. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, സത്യജിത് റായ് ഒരു ഫിലിം ഡയറക്ടറാണ്. അദ്ദേഹം ചെയ്യുന്ന സിനിമകൾ അത്രയ്ക്ക് പെർഫെക്ഷൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ രീതിയിലും ആ ഒരു സീൻ കറക്റ്റായിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ രീതിയിൽ വയറ് കഴുത്തിന് ചുറ്റും ചുറ്റിയാൽ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത്രയും ഭാഗത്തെ ആ ഒരു രോമം മാറി നിൽക്കും കഴുത്തിൽ. അപ്പോൾ അത് ഫ്ലാറ്റൻഡ് എന്ന് വെച്ചാൽ താന്ന് കിടക്കുക. അപ്പോൾ ഒരു പ്രത്യേക ഭാഗത്ത് കഴുത്തിന് ചുറ്റും ഈ വയറ് ക്യാമറയിൽ കണ്ടില്ലെങ്കിലും അത്രയും ഭാഗത്തെ ആ മുടി ഇങ്ങനെ അമങ്ങിയിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടുമെന്ന് സത്യജിത് റായ്ക്ക് തോന്നുകയാണ്.
അപ്പോൾ ചെറിയ വയറാണ്, കനം കുറഞ്ഞ വയറാണ്, അതുകൊണ്ട് അത് ഇൻവിസിബിൾ ആയിരിക്കും ക്യാമറയിൽ. ഇൻവിസിബിൾ എന്ന് വെച്ചാൽ അദൃശ്യമായിരിക്കും. പക്ഷേ ഈ കഴുത്തിലെ അത്രയും ഭാഗത്തെ മുടി അത് മാറി ഇങ്ങനെ നിൽക്കും, അല്ലെങ്കിൽ അത് അമങ്ങിയിരിക്കും. അപ്പോൾ അതിൻ്റെ ഭംഗി നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് സത്യജിത് റായ് തന്നെ ഒരു ടെക്നിക്ക് പറയുകയാണ്. മിസ്റ്റർ തോററ്റ് പറഞ്ഞത് അംഗീകരിച്ചു. അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കോളർ കഴുത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കാം, എന്നിട്ട് ആ കോളറുമായിട്ട് വയർ കണക്ട് ചെയ്യാമെന്ന് പറയുകയാണ്. So Satyajit Ray just told him to make a collar made of tiger skin. അപ്പോൾ ഇതേ ടൈഗറിൻ്റെ സ്കിന്നിൻ്റെ അതേ കളറിലുള്ള ഒരു പ്രത്യേക കോളർ കഴുത്തിന് ചുറ്റും ഘടിപ്പിക്കുക. എന്നിട്ട് ഈ വയർ ആ കോളറിലേക്ക് കണക്ട് ചെയ്യുക. ആ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അത് വളരെ നാച്ചുറലായിട്ട് തന്നെ തോന്നും എന്ന് സത്യജിത് റായ് പറയുകയാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ പ്രധാനപ്പെട്ട ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ ഷൂട്ടിംഗ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തു. ഇതുവരെയുള്ള ഭാഗത്ത് നമ്മൾ അതിൻ്റെ പ്ലാനിങ് എല്ലാം കണ്ടു. ഇനി അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ്. അപ്പോൾ അത് എങ്ങനെയാണ് പ്രാവർത്തികമാക്കാൻ പോകുന്നത്? അതിന് 2 ലൊക്കേഷൻസ് ഉണ്ട്. ആദ്യത്തെ ഒരു ലൊക്കേഷൻ, അവിടെ നിന്നും അത് പരാജയപ്പെടുന്നു. അതിനുശേഷം രണ്ടാമത്തെ ലൊക്കേഷനിൽ വീണ്ടും അത് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ 2 സ്ഥലങ്ങളുടെ പേര് ഓർത്തിരിക്കണം. ഒന്ന് നോർട്ടൺ ഗ്രാം, രണ്ടാമത്തത് ബോറാൽ. പരീക്ഷയ്ക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ നോർട്ടൺ ഗ്രാമിൽ എന്താണ് സംഭവിച്ചതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നോർട്ടൺ ഗ്രാമാണ് ആദ്യത്തെ ഷൂട്ടിംഗ് സ്ഥലം. In a village called Norton Gram, we found a suitable bamboo grove to film the first meeting between Gooby and Bhaga and the appearance of the tiger. Mr. Thorat reached the shooting location with the tiger. There were about 25 people in the location. A few local people took our permission to go with us to watch how we tackled the tiger. അപ്പോൾ ഈ നോർട്ടൺ ഗ്രാമിൽ സംഭവിച്ചത് എന്താണ് ചിലപ്പോൾ ഒരു പാരഗ്രാഫായിട്ട് ചോദിക്കും. അതുപോലെ തന്നെ അടുത്ത ലൊക്കേഷൻ ബോറാലിൽ സംഭവിച്ചത് എന്താണ്. അപ്പോൾ ഈ 2 സ്ഥലത്തും നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നോർട്ടൺ ഗ്രാമിൽ ഇവർ ഉദ്ദേശിച്ച പോലെയുള്ള ഒരു മുളങ്കാട് കണ്ടെത്തി. വി ഫൗണ്ട് എ സ്യൂട്ടബിൾ ബാംബൂ ഗ്രോവ്. ഇവർ 2 പേരും തമ്മിലുള്ള മീറ്റിംഗ്, അതുപോലെ ഈ കടുവ വരുന്ന ഭാഗം, ഈ ഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം നോർട്ടൺ ഗ്രാമിൽ കണ്ടെത്തി. അപ്പോൾ അവിടെ കുറച്ച് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. എബൌട്ട് 25 പീപ്പിൾ ഇൻ ദ ലൊക്കേഷൻ. ഏകദേശം ഒരു 10-25 ആളുകൾ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ആളുകൾ ഞങ്ങളുടെ പെർമിഷനൊക്കെ എടുത്ത് അവിടെ നിന്ന് ഈ ഒരു ഷൂട്ടിംഗ് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ ടൈഗറിനെ കൈകാര്യം ചെയ്യുന്നത്, അല്ലേ, ടാക്കിൾഡ് എന്ന് വെച്ചാൽ കൈകാര്യം ചെയ്യുക എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവരവിടെ വന്നിട്ടുണ്ടായിരുന്നു. The cage on the lorry was covered. When the cover was removed, we were surprised to see not 1 but 2 well-fed and robust tigers. I decided to play it safe. Mr. Thorat explained, if one doesn't get it right, we can use the other. അപ്പോൾ ഈ ഒരു പാരഗ്രാഫും റീഡിംഗ് കോംപ്രിഹെൻഷനിൽ വന്നിട്ടുള്ള ഒരു പാരഗ്രാഫാണ്. അപ്പോൾ വന്ന സമയത്ത് ഈ ലോറിയിൽ ഈ മൃഗത്തിനെ കൊണ്ടുവന്ന സമയത്ത് അത് ആകെ കവർ ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളതെന്ന് ആരും കണ്ടില്ല. അപ്പോൾ ആ കവറൊക്കെ മാറ്റിക്കഴിഞ്ഞപ്പോഴാണ് സത്യജിത് റായ് ശരിക്ക് ഒന്ന് ഞെട്ടിപ്പോയത്. ഹി വാസ് റിയലി സർപ്രൈസ്ഡ്. കാരണം എന്താണ്, ഹി സോ നോട്ട് 1 but 2 well-fed and robust tigers. അല്ലെ, ഒരു ടൈഗറിനെയാണ് ചോദിച്ചത്, പകരം ഇവിടെ 2 ടൈഗറിനെയും കൊണ്ടാണ് മിസ്റ്റർ തോററ്റ് വന്നിരിക്കുന്നത്. നല്ല മിടുക്കന്മാരായിട്ടുള്ള, റോബസ്റ്റ് എന്ന് വെച്ചാൽ എനർജറ്റിക് എന്നൊക്കെയുള്ള അർത്ഥം, നല്ല ആരോഗ്യമുള്ള, നല്ല ഉഷാറായിട്ടുള്ള ടൈഗറിനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. 1 അല്ല 2. അപ്പോൾ ആകെ ഒരു അത്ഭുതപ്പെട്ടുകൊണ്ട് സത്യജിത് റായ് മിസ്റ്റർ തോറച്ചിനോട് ചോദിച്ചപ്പോൾ മിസ്റ്റർ തോറച്ച് പറഞ്ഞ എന്താണ്, ഐ ഡിസൈഡഡ് ടു പ്ലേ ഇറ്റ് സേഫ്. അല്ലേ, ഞാൻ സേഫായിട്ട് കളിക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയാണ് സേഫായിട്ട് കളിക്കാമെന്ന് വിചാരിച്ചത്? ഒരു ടൈഗറിനെ കൊണ്ടുവന്നിട്ട് അത് പറയുന്ന പോലെ ഒന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് രണ്ടാമത്തതിനെ ഉപയോഗിച്ച് ചെയ്യാമല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇഫ് 1 doesn't get it right, we can use the other. അപ്പോൾ 1 ശരിയായില്ലെങ്കിൽ നമുക്ക് മറ്റതിനെ ഉപയോഗിച്ച് ചെയ്യാം എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ 2 കൊണ്ടുവന്നതെന്ന് മിസ്റ്റർ തോററ്റ് പറയുകയാണ്. We mounted the camera on its tripod and placed it so that it faced the bamboo grove. The audience was instructed to get behind the camera and to stand as far back as possible. We had to stay relatively close to the bamboo grove, and Gooby and Bhaga too had to be within the yards of the camera, for it was necessary to have at least 1 shot that showed them together with the tiger. അപ്പോൾ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തു.
അവിടെ ഒരു ട്രൈപോഡ് ഉപയോഗിച്ചു. ട്രൈപോഡ് എന്ന് വെച്ചാൽ ക്യാമറ വെക്കുന്ന ആ 3 കാലുള്ള ആ ഒരു സെറ്റിങ്ങിനെയാണ് നമ്മൾ ട്രൈപോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രൈപോഡ് ഉപയോഗിച്ചുകൊണ്ട് we mounted the camera on its tripod and placed it so that it faced the bamboo grove. The audience was instructed to get behind the camera and to stand as far back as possible. We had to stay relatively close to the bamboo grove, and Gubi and Bhaga too had to be within yards of the camera. It was necessary to have at least one shot that showed them together with the tiger. അപ്പോൾ ഇവിടെ ക്യാമറ എല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. ട്രൈപോഡ് എന്ന് വെച്ചാൽ ആ ക്യാമറ വെക്കുന്ന ആ ഒരു 3 കാലുള്ള ആ ഒരു സ്റ്റാൻഡിനെയാണ് നമ്മൾ ട്രൈപോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രൈപോഡൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അത് ഈ മുളങ്കാടിനെ ഫേസ് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഓഡിയൻസിനോട് ക്യാമറയുടെ പുറകിൽ നിൽക്കണം, സേഫായിട്ട് നിൽക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ഇവിടെ സത്യജിത് റായ് പറയുകയാണ്, ഈ ഒരു പ്രത്യേക സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഷോട്ടുകളിൽ എന്തായാലും ഈ 3 ആളുകളെയും കാണിക്കണം. അതായത് ഗൂബി വേണം, ഭാഗ വേണം, അതുപോലെ തന്നെ ടൈഗറും അവിടെ വേണം. ഈ 3 ആളുകളെയും ഒരു ഷോട്ടിലെങ്കിലും ഒരുമിച്ച് കാണിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സുഖം നഷ്ടപ്പെടും. അപ്പോൾ ആ രീതിയിൽ ഏകദേശം ക്യാമറയുടെ അടുത്ത് തന്നെയാണ് ഈ ഗൂബിയും ഭാഗയും കഥാപാത്രങ്ങളെയൊക്കെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ടൈഗറും അത്ര ദൂരെ അല്ലാത്ത രീതിയിൽ, കാരണം ഒരു ഷോട്ടിലെങ്കിലും അത് ഒരുമിച്ച് വരികയും വേണം. Mr. Thoret's men had fixed a 5-foot iron rod to the ground about 30 feet from the area where the tiger was supposed to take a walk. They took a thin long wire and fixed one end to the collar made of tiger skin that the tiger was already wearing. The other end was tied firmly to the visible portion of the iron rod. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെയാണ് ഈ ടൈഗറിനെ കൺട്രോൾ ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഏകദേശം ഒരു 5 അടിയുള്ള ഒരു ഇരുമ്പ് ദണ്ട് കൊണ്ടുവന്ന് അത് മണ്ണിൽ അടിച്ച് താത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ പുറത്തേക്ക് കാണാനുള്ളൂ. അപ്പോൾ ആ രീതിയിൽ 5 അടി ഉയരമുള്ള ഒരു അയൺ റോഡ് നിലത്ത് അടിച്ച് താത്തിരിക്കുകയാണ്. അതിന് ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ്, മാക്സിമം ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ പുറത്തേക്ക് കാണുന്നുള്ളൂ. അപ്പോൾ അത് അടിച്ചിരിക്കുന്നത്, ഈ കുറ്റി അടിച്ചിരിക്കുന്നത് ഏകദേശം 30 അടി മാറിയാണ്. അത്രയും ഭാഗത്താണ് ടൈഗറിന് നടക്കേണ്ടത്. ആ ഭാഗത്ത് കണക്കാക്കിയിട്ട് ഒരു 30 അടി മാറി അവിടെയാണ് ഈ ഒരു കുറ്റി അടിച്ച് താത്തിയിരിക്കുകയാണ്. ഇനി അതിനുശേഷം വലിയ ഒരു വയർ എടുത്തിട്ട് അത് ഈ ടൈഗറിൻ്റെ കഴുത്തിൽ ഓൾറെഡി ആ ഒരു കോളറൊക്കെ ഇട്ടിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ കോളർ ഈ ടൈഗറിൻ്റെ കഴുത്തിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ ഒരു കോളറിലേക്ക് ഈ ഒരു വയർ കണക്ട് ചെയ്തു. അതിൻ്റെ ഒരറ്റം, മറ്റേ അറ്റം ഈ ഇരുമ്പ് ദണ്ടിൽ മണ്ണിൽ അടിച്ച് താത്തിയ ഈ ഇരുമ്പ് ദണ്ടിൻ്റെ പുറത്ത് കാണുന്ന ഭാഗത്തും കെട്ടി വെച്ചിരിക്കുകയാണ്. വിസിബിൾ പോർഷൻ എന്ന് വെച്ചാൽ കാണാൻ കഴിയുന്ന ഭാഗം, ബാക്കി ഭാഗം മണ്ണിനടിയിലാണ്. The door of one of the cages was unfastened and Mr. Thoret called out to the tiger. It responded almost at once and sprang out of its cage to land on the open space outside. അപ്പോൾ മിസ്റ്റർ തോററ്റ് ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കിയപ്പോൾ ഈ കടുവ പുറത്തേക്ക് ചാടി വന്നു. എന്നിട്ട് അതിലൂടെ ഈ ഓപ്പൺ സ്പേസിലേക്ക് എത്തി. പക്ഷേ പിന്നീട് സംഭവിച്ചത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളായിരുന്നു എന്ന് പറയുകയാണ്. വാട്ട് ഫോളോഡ് വാസ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് എന്ന് വെച്ചാൽ അപ്രതീക്ഷിതമായത്. പിന്നീട് നടന്ന സംഭവങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? വൺ ലുക്ക് അറ്റ് മിസ്റ്റർ തോററ്റ്സ് startled and helpless face told us that he was taken aback as the rest of us. Instead of walking sedately in a dignified manner, the tiger started prancing around with tremendous enthusiasm. It leapt, it jumped, it rolled about, dragging its poor trainer who was desperately clutching the wire tied to the tiger's collar in a futile attempt to control it. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ കടുവ ആദ്യമായിട്ടാണ് അത് ഫ്രീ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിന് പുതുതായി കിട്ടിയ ആ ഒരു സ്വാതന്ത്ര്യത്തിൽ അത് പരമാവധി അത് എൻജോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് സാധാരണ രീതിയിൽ നടക്കാനാണ് നമുക്ക് സീനിൽ ആവശ്യം. പക്ഷേ അതിന് പകരം ഇവിടെ തുള്ളിച്ചാടുകയും മറിയുകയും ഒക്കെയാണ് ഈ ടൈഗർ ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് വാക്കിംഗ് സെഡേറ്റ്ലി, സാധാരണ രീതിയിൽ
സാധാരണഗതിയിൽ നടക്കുന്നതിന് പകരം അത് തുള്ളിച്ചാടുകയും ഉരുളുകയും മറിയുകയും ഒക്കെയാണ് ചെയ്തത്. കാരണം അത് പെട്ടെന്ന് കിട്ടിയ ഒരു മാറ്റം, ഒരു സ്വാതന്ത്ര്യം അല്ലേ, അതിൻ്റെ നാച്ചുറലായിട്ടുള്ള അതിൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ്, അതിൻ്റെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം അത് കാട്ടിലായപ്പോൾ അത് ആ രീതിയിൽ പ്രതികരിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ മിസ്റ്റർ തോററ്റിന് ഈ ടൈഗറിനെ കൺട്രോൾ ചെയ്യാനേ പറ്റിയില്ല. അപ്പോൾ അതിന് മിസ്റ്റർ തോററ്റിനെയും വലിച്ചുകൊണ്ട് ഇതിങ്ങനെ അതിലെ ഊരുണ്ടും ചാടിയൊക്കെ ഇങ്ങനെ നടന്നു. ഡ്രാഗിങ്, വലിച്ചുകൊണ്ട് പോവുക. ഡ്രാഗിങ് ഇറ്റ്സ് പുവർ ട്രെയിനർ. ഹി വാസ് ട്രൈയിങ് ടു കൺട്രോൾ ദ ടൈഗർ ബട്ട് ഇറ്റ് വാസ് ഫ്യൂട്ടൈൽ. അപ്പോൾ ഈ ടൈഗറിനെ കൺട്രോൾ ചെയ്യാൻ മിസ്റ്റർ തോററ്റ് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ഈ കടുവ ആ രീതിയിൽ ചാടുകയും മറിയുകയും ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂട്ടൈൽ എന്ന് വെച്ചാൽ നിഷ്പ്രഭമായ അല്ലെങ്കിൽ യൂസ്ലെസ് ആയ ഒരു ശ്രമം, പരാജയപ്പെട്ട ഒരു ശ്രമമായിരുന്നു അത്. He tried but it was a futile attempt to bring it under control. പക്ഷെ അതിനെ നിയന്ത്രിക്കാൻ മിസ്റ്റർ തോററ്റിന് കഴിഞ്ഞില്ല. അപ്പോൾ സത്യജിത്രായി ഇവിടെ വളരെ തമാശ രൂപത്തിൽ, വളരെ ഹ്യൂമറസ് ആയിട്ടൊരു കാര്യം നമ്മളോട് പറയുകയാണ്. ഈ പാരഗ്രാഫും പ്രധാനപ്പെട്ടതാണ്, റീഡിംഗ് കോമ്പ്രിഹെൻഷനിലൊക്കെ വരാറുണ്ട്. വി സ്റ്റുഡ് അറൗണ്ട് ഫൂളിഷ്ലി വാച്ചിങ് എ ന്യൂ ആൻഡ് സ്ട്രേഞ്ച് കൈൻഡ് ഓഫ് സർക്കസ്. അപ്പോൾ ഞങ്ങളിങ്ങനെ മണ്ടന്മാരായി ഇങ്ങനെ നോക്കി നിന്നു ആ പ്രത്യേകതരം സർക്കസ് അല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് ഫ്രീ ആയിട്ട്, ടിക്കറ്റ് ഒന്നും എടുക്കാതെ ഫ്രീ ആയിട്ട് ഒരു സർക്കസ് ഷോ കാണാൻ പറ്റി എന്ന് തമാശയായിട്ട് സത്യജിത്രായി പറയുകയാണ്. വി stood around foolishly watching a new and strange kind of circus which we were getting to see for free. അല്ലേ, ഫ്രീ ആയിട്ട് ഞങ്ങളൊരു സർക്കസ് കണ്ടു എന്നുള്ളതല്ലാതെ ഈ ടൈഗറിനെ നിയന്ത്രിക്കാൻ മിസ്റ്റർ തോററ്റിന് കഴിഞ്ഞില്ല. The camera was still standing on its 3 legs, staring into the wood, but the tiger was showing no sign of making its way there. അല്ലേ, അപ്പോൾ എല്ലാ കാര്യങ്ങളെല്ലാം റെഡിയാണ്. പക്ഷേ ഈ അഭിനയിക്കേണ്ട ഈ കടുവ അത് അഭിനയിക്കേണ്ട ആ ഒരു ഇതിലേക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ നടക്കുന്ന ഒരു ഇതിലേക്ക് വന്നിട്ടില്ല. അതങ്ങനെ അതിൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, തുള്ളിച്ചാടിയും മറിഞ്ഞുമൊക്കെ. But the tiger was showing no sign of making its way there. Once the tiger had calmed down, we managed to take a few shots we needed. This should have been the end of the story. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ കടുവ ശാന്തനായി അല്ലേ. അപ്പോൾ കാംഡ് ഡൗൺ, ദ ടൈഗർ ഹാഡ് കാംഡ് ഡൗൺ. കാം ഡൗൺ എന്ന് വെച്ചാൽ ശാന്തനാവുക എന്നർത്ഥം. അപ്പോൾ കുറച്ചു നേരം ഇങ്ങനെ മറിയുകയും ഉരുളുകയും ചാടുകയും ഒക്കെ ചെയ്തതിന് ശേഷം ശാന്തനായി. ആ സമയത്ത് ഞങ്ങൾ ആവശ്യത്തിനുള്ള ഷോട്ടുകളൊക്കെ എടുത്തു. എന്നിട്ട് ഇവിടെ പറയുന്ന ഈ അണ്ടർലൈൻ ചെയ്ത ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. ദിസ് ഷുഡ് ഹാവ് ബീൻ ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. ഇത് ആകാമായിരുന്നു ഈ കഥയുടെ അവസാനം, അല്ലെ ഇതോടെ ഈ പരിപാടി തീരേണ്ടതായിരുന്നു. പക്ഷേ തീർന്നിട്ടില്ല. എന്തുകൊണ്ടാണ്? When we returned to Calcutta and looked at the scenes with the tiger, we realized that the camera had failed to work. അപ്പോൾ ഞങ്ങൾ അതിന് ശേഷം അല്ലേ, അപ്പോൾ പഴയ ക്യാമറയാണ്, പണ്ട് കാലത്ത് നടന്ന സംഭവമാണ്. ഈ റെക്കോർഡ് ചെയ്യുന്നതൊന്നും ആ സമയത്തൊന്നും കാണാൻ കഴിയില്ല. അതിനുശേഷം അതൊക്കെ കൽക്കട്ടയിൽ പോയിട്ട് അത് ചെക്ക് ചെയ്താൽ മാത്രമേ അതൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ കൽക്കട്ടയിൽ ചെന്ന് ഈ സീനുകളൊക്കെ പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ആ സീൻ അവർക്ക് സിനിമയിൽ ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം ക്യാമറ ഹാഡ് ഫെയിൽഡ് ടു വർക്ക്. അല്ലെ, ക്യാമറയ്ക്ക് എന്തോ തകരാറ് സംഭവിച്ചിട്ട് ആ എടുത്ത സീനുകളൊന്നും വ്യക്തമല്ല, എല്ലാം ഇരുണ്ടാണ് ഇരിക്കുന്നത്. ദ ഷോട്ട്സ് വെയർ ടു ഡാർക്ക്. വളരെ ഇരുണ്ടുപോയി, എടുത്ത സീനുകളൊക്കെ വളരെ ഇരുണ്ടുപോയിരിക്കുന്നു ക്യാമറയുടെ പ്രശ്നം കൊണ്ട്. So much so that the tiger was merging almost completely with the background of trees and leaves. അല്ലേ, merging എന്ന് വെച്ചാൽ അതുമായി കൂടിച്ചേരുക. അപ്പോൾ ഈ കടുവ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഇലകളും മരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടിച്ചേർന്നിട്ടുള്ള, അപ്പോൾ എവിടെയാണ് ടൈഗർ നിൽക്കുന്നത്, ഏതാണ് മരം എന്നൊന്നും തിരിച്ചറിയില്ല. ആവശ്യത്തിനുള്ള വെളിച്ചം ആ ഒരു സീനിൽ പതിഞ്ഞിട്ടില്ല. We had to shoot the scene all over again. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും എല്ലാ കാര്യങ്ങളും ഒന്നു മുതൽ വീണ്ടും ആരംഭിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് അവിടെ കൊണ്ട് തീരാത്തത്. ആദ്യത്തെ നോർട്ടൺ ഗ്രാമിലെ ഷൂട്ടിംഗ് കൊണ്ട് ഈ പ്രശ്നം തീരാത്തത്. അപ്പോൾ വി സ്പോക്ക് ടു മിസ്റ്റർ തോററ്റ് ആൻഡ് ഹി അഗ്രീഡ് ടു ഗിവ് ഇറ്റ് അനദർ ഗോ. ഗിവ് ഇറ്റ് അനദർ ഗോ എന്ന് വെച്ചാൽ ഒരു ശ്രമം കൂടി നടത്തുക. അപ്പോൾ ഞങ്ങൾ കാര്യങ്ങളൊക്കെ മിസ്റ്റർ തോററ്റിനോട് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഒന്നുകൂടി ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഏതായാലും ലൊക്കേഷനൊക്കെ നമുക്കൊന്ന് മാറ്റി പുതിയൊരു ലൊക്കേഷനിലേക്ക് പോകാം എന്നൊക്കെ തീരുമാനിച്ചു. അവിടെയാണ്
നമ്മൾ രണ്ടാമത്തെ സ്ഥലത്തിൻ്റെ പേര് പഠിക്കേണ്ടത് ബോറാൽ എന്ന് പറയുന്ന മറ്റൊരു മുളങ്കാടുള്ള സ്ഥലം. വി ഫൗണ്ട് another bamboo grove closer to Calcutta in a village called ബോറാൽ. അപ്പോൾ രണ്ടാമത്തെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ബോറാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നേരത്തെ പോലെ തന്നെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു. The lorry arrived once more with Mr. Torres, tiger, സ്റ്റീൽ വയർ, സ്പെഷ്യൽ കോളർ, അയൺ റോഡ്. എല്ലാ കാര്യങ്ങളും നേരത്തെ ചെയ്തതുപോലെ തന്നെ സെയിം, ഒരു വ്യത്യാസവുമില്ല. ലോറിയിൽ ടൈഗറിനെ കൊണ്ടുവരുന്നു, സ്പെഷ്യൽ കോളർ, അയൺ റോഡ് ഉപയോഗിക്കുന്നു, എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ്. പക്ഷേ ഇവിടെയുള്ള ഒരു വ്യത്യാസം, ഇപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിലും നടന്ന ഷൂട്ടിങ്ങിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം. ഇവിടെ വിത്ത് ദ ലോറി കെയിം ദ ഹോൾ വില്ലേജ്. അപ്പോൾ ഈ ലോറി വന്നതിൻ്റെ ഒപ്പം തന്നെ ആ നാട്ടിലുള്ള എല്ലാ ആളുകളും അങ്ങോട്ടേക്ക് എത്തി എന്ന് പറയുന്നു. വി ടോൾഡ് ദ വില്ലേജേഴ്സ് ദാറ്റ് ദേ ഷുഡ് സ്റ്റാൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 70 feet. അപ്പോൾ വന്ന ആളുകളെ കൊണ്ടുള്ള ശല്യമാണ് ഈ രണ്ടാമത്തെ ലൊക്കേഷനിൽ പ്രധാനമായിട്ടും ഉണ്ടായത്. അപ്പോൾ അവരോട് വളരെ സേഫായിട്ടുള്ള ഒരു ഡിസ്റ്റൻസിൽ നിൽക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരൊന്നും ഈ പറയുന്ന കാര്യങ്ങളൊന്നും അനുസരിച്ചില്ല. നോ വൺ പെയ്ഡ് എനി അറ്റൻഷൻ ടു വാട്ട് ദേ വെർ ടോൾഡ്. ദ എൻറ്റയർ ക്രൗഡ് മൂവ്ഡ് ആസ് ക്ലോസ് ടു ദ ക്യാമറ ആസ് ദേ കുഡ്. അല്ലേ? അപ്പോൾ അങ്ങനെയാണ് ചില സ്ഥലത്ത് ആളുകളൊന്നും പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ അവരോട് ഒരു 70 അടി ദൂരെ മാറി നിൽക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവരാരും അത് ശ്രദ്ധിച്ചില്ല. അവർ വീണ്ടും ക്യാമറയുടെ അടുത്തേക്ക് തന്നെ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. We could not afford to waste any more time explaining and arguing, so we got the camera ready and signaled Mr. Torres. അപ്പോൾ അവരോട് തർക്കിച്ചിട്ട് കാര്യമില്ല, തർക്കിച്ച് സമയം കളയാനില്ല. അപ്പോൾ എന്നൊക്കെയുള്ള കാരണം കൊണ്ട് അവരേതായാലും ഷൂട്ടിംഗ് തുടങ്ങാൻ ആരംഭിച്ചു. അങ്ങനെ ക്യാമറ എല്ലാം റെഡിയാക്കി വെച്ചു. മിസ്റ്റർ തോറച്ചിന് വേണ്ട ഒരു സിഗ്നൽ കൊടുത്തു, അതായത് ടൈഗറിനെ പുറത്തേക്ക് ഇറക്കാനുള്ള സിഗ്നലുകൾ കൊടുത്തു. He opened the door of the cage. The instant the door opened with a clang, our tiger emerged with a loud roar and charged straight at the villagers gathered behind the camera. The crowd, consisting of about 150 people, melted away as if by magic. അപ്പോൾ പറഞ്ഞ പോലെ സിഗ്നൽ കൊടുത്ത സമയത്ത് കൂട് തുറന്ന് കടുവ പുറത്തേക്ക് വന്നു. ക്ലാങ് എന്ന് വെച്ചാൽ ആ ഒരു ശബ്ദം, ഒരു പ്രത്യേക ശബ്ദമാണ് ഈ ഡോറ് തുറക്കുന്ന ശബ്ദം, ഈ കൂട് തുറക്കുന്ന ശബ്ദം. അപ്പോൾ കടുവ അങ്ങോട്ടേക്ക് ചാടി വന്നു. ഈ കടുവ നേരെ ചാടിയത് അവിടെ കൂടിയിരുന്ന ഈ പറഞ്ഞാൽ കേൾക്കാത്ത നാട്ടുകാരുടെ നേരെയായിരുന്നു, അല്ലേ? അപ്പോൾ ഈ വില്ലേജേഴ്സ് എന്ത് ചെയ്തു? ഈ കടുവ അവരുടെ നേരെ ചാടിയപ്പോൾ അവരവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ ഇവിടെ ഏകദേശം 100-150 ആളുകളുണ്ടായിരുന്നു. അവരെ കൊണ്ട് വലിയ ശല്യമായിരുന്നു, പറഞ്ഞാൽ കേൾക്കാത്ത ആളുകളായിരുന്നു. പക്ഷേ ഈ കടുവ അവരുടെ നേരെ ചാടിയ സമയത്ത് അവർ എല്ലാവരും പല വഴിക്ക് തിരിഞ്ഞ് ഓടിക്കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് സത്യജിത്രായി വീണ്ടും ആ ഒരു ഹ്യൂമർ സെൻസിൽ പറയുകയാണ്, ദി 150 people melted away as if by magic. അല്ലേ? എന്തോ ഒരു മാജിക് കാണിച്ചതുപോലെ പെട്ടെന്ന് തന്നെ എല്ലാത്തിൻ്റെയും ശല്യം ഒഴിവായി കിട്ടി. ഈ കടുവ ചാടിയപ്പോൾ അവർ പേടിച്ചു പോയി. അങ്ങനെ എല്ലാവരും പല വഴിക്ക് ഓടി. പിന്നെ ഞങ്ങൾക്ക് മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയെന്ന് പറയുകയാണ്. ആഫ്റ്റർ ദ ഗ്രേറ്റ് ബേസ്റ്റ് ഓഫ് എനർജി ദ ടൈഗർ കാം ഡൗൺ വെരി ക്വിക്ക്ലി. അല്ലേ? ആദ്യം നേരത്തെ പോലെ തന്നെ കുറച്ച് തുള്ളുകയും ചാടുകയൊക്കെ ചെയ്തു. പക്ഷേ ഉടൻ തന്നെ അത് ശാന്തമായി കഴിഞ്ഞപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ആൻ ഒബീഡിയൻറ്റ് ചൈൽഡ്. അല്ലേ? നല്ല അനുസരണശീലമുള്ള ഒരു കുട്ടിയെ പോലെ അത് പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ ചെയ്തു. വാക്ക്ഡ് ഓവർ ടു ദ സ്പോട്ട് വി ഹാഡ് ചോസൺ, പേസ്ഡ് അബൌട്ട് ക്വയറ്റ്ലി ആസ് ഇറ്റ് വാസ് റിക്വയർഡ് ടു. ഞങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ സാധാരണ രീതിയിൽ നടന്നു. ദെൻ ആംബിൾഡ് ബാക്ക് ടു ഇറ്റ്സ് ട്രെയിനർ. അതിനുശേഷം അതിൻ്റെ ട്രെയിനറിൻ്റെ അടുത്തേക്ക് കടുവ തിരിച്ചുപോയി. അപ്പോൾ ഈ സമയം കൊണ്ട് ആ ഒരു സീനുകളൊക്കെ അവർ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഈ രണ്ടാമത്തെ അറ്റംപ്റ്റ് ഈ സമയത്ത് ദ ക്യാമറ ബിഹേവ്ഡ് ദിസ് ടൈം. അപ്പോൾ ക്യാമറയും കൃത്യമായിട്ട് വർക്ക് ചെയ്തു, എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരുന്നു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ കൽക്കട്ടയിൽ ചെന്ന് ആ സീനുകളൊക്കെ കണ്ടപ്പോൾ അത് എല്ലാം പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലായി. വിച്ച് വി റിയലൈസ്ഡ് 2 days later when we returned to Calcutta and saw the scenes we had shot. അപ്പോൾ കൽക്കട്ടയിൽ ചെന്ന് ഞങ്ങൾ എടുത്ത സീനുകളൊക്കെ നോക്കി, അതെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ രണ്ടാമത്തെ ലൊക്കേഷനിൽ, അതായത് ബോറാലിൽ വെച്ച് നടത്തിയ ആ ഒരു ഷൂട്ടിംഗ്, ആ സീൻ പെർഫെക്റ്റ് ആയിരുന്നു. ക്യാമറയും കറക്റ്റായിട്ട് വർക്ക് ചെയ്തു. ടൈഗറും നല്ല രീതിയിൽ ആ രംഗത്ത് അഭിനയിച്ചു. അപ്പോൾ ഈ ഒരു രംഗമാണ് ഇന്ന് നമ്മൾ ഗൂബി ഗൈൻ ഭാഗാബൈൻ എന്ന് പറയുന്ന സിനിമയിൽ ആ രംഗത്ത് കാണുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ ഷൂട്ടിംഗ് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അതാണ് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ
കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. മറ്റുള്ളവർക്ക് ഈ ചാനലിൻ്റെ ലിങ്കും വീഡിയോസും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.